വന്ന് എന്ത് പറ്റിപ്പോയി? ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ, പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങന്മാരെന്ന് പറയുന്ന തലയിൽ തട്ടമിട്ട ഇസ്ലാമിന്റെ വേഷമെന്ന് പറയപ്പെടുന്ന വേഷം ധരിച്ചിട്ട് ചില പെൺകുട്ടികൾ ഇന്ന് ചാനലുകാരോട് പറയുന്ന കണ്ടോ, ഇസ്ലാമിന് മാറ്റമുണ്ടാവണം പോലും, ഇസ്ലാമിന് വലിയ മാറ്റം വേണം അത്രേ, ഇസ്ലാമിന്റെ നിയമ സംഹിതകൾക്ക് മാറ്റം വേണം, കാലോചിതമായിട്ട് അതിൽ മാറ്റത്തിരുത്തലുകൾ വേണം, അതിന്റെ നിയമങ്ങളെ മാറ്റിയെഴുതണം, ഇസ്ലാമിക് ലോയിൽ വലിയ മാറ്റം വേണം അത്ര. ഒരു പെൺകുട്ടി പറയാണ്, ഇതൊക്കെ മാറിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിന് കുടപിടിക്കാൻ കുറെ നിരീശ്വരവാദികളുണ്ട്. ആ പെൺകുട്ടി പറയുന്നതിനെ കട്ട് ചെയ്തിട്ട് കണ്ടോ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുസൽമാന്റെ മനസ്സിലേക്ക് അനിസ്ലാമികമായ ചിന്തയിട്ട് കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്ന കുറെ കൂലികളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെമ്മക്കൾ ഇതുപോലെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും ഉമ്മയും ബാപ്പയും ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട്, വേണ്ട പോലെ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടാത്തത് കൊണ്ട് കേവലം ഒരു തലമറക്കലാണ് ഇസ്ലാമിന്റെ ചിഹ്നമെന്ന് കരുതിപ്പോയ ആ പാവകൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമം എവിടെയാണ് മാറുക? ഇസ്ലാമിന്റെ വ്യവസ്ഥിതി എവിടെയാണ് മാറുക? ഇസ്ലാമിന്റെ നിയമ സംഹിത ആർക്കാണ് മാറ്റാൻ കഴിയുക? ലോകാവസാനം വരെ അതിന്റെ നിയമങ്ങൾക്കെതിരെ ആരൊക്കെ കല്ലെറിഞ്ഞാലും, ആരൊക്കെ കാർക്ക് ചുരുപ്പിയാലും, ആരൊക്കെ കൂർക്കി വിളിച്ചാലും എന്റെ പ്രിയപ്പെട്ടവര് അതങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പത്തരമാറ്റോടെ എഴുന്നേറ്റ് നിൽക്കുമെന്നതിൽ ഇതുവരെ ചരിത്രം അതിനനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ട് അനുകൂലമായ ചരിത്രം തന്നെ ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും പെമ്മക്കള് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റവന്റെ കൂടെ കറങ്ങി നടക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ചാടിക്കടിക്കാനും ഉല്ലസിക്കാനും ഉന്മേഷയാവാനും കൊതിച്ചിട്ട് ഇസ്ലാമിന്റെ മണ്ടയ്ക്കല്ല വരേണ്ടത്, ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാ ചെയ്യേണ്ടത്. അല്ലാതെ ആർക്കും ഇഷ്ടമല്ല. ആർക്കാണ് നിയന്ത്രണം ഇഷ്ടം? ഇന്നത്തെ മക്കൾക്ക് നിയന്ത്രണം ഇഷ്ടമുണ്ടോ? നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പറ്റൂല എന്നൊരു ഉമ്മ പറഞ്ഞാൽ പ്രസവിച്ച ഉമ്മയാണെന്ന് നോക്കാതെ ഉമ്മയുടെ കർണക്കുറ്റിക്കടിക്കുന്ന മോളായിരിക്കും ഈ വർത്താനം ചാനലുകാരോട് പറയുന്നത്. വാപ്പ പറയുന്ന മോളോട്, മോളെ നീ ആ കോളേജിൽ ഇനി പോകണ്ടെന്ന് പറഞ്ഞാൽ താൻ തന്റെ പണി നോക്കണോ? ഒരു രാത്രി തനിക്ക് വികാരമുണ്ടായപ്പോ ഒരു സ്ത്രീയുമായി വാരിപ്പുഴന്നപ്പോ ഞാൻ ഉണ്ടായി എന്നതല്ലാതെ എന്റെ മേൽ നിങ്ങൾ അധികാരം പറയാൻ കടന്നു വരണ്ട എന്ന് പറയാൻ മാത്രം ബോധമില്ലാത്തവരായി ഈ പ്രിയപ്പെട്ട മക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ മക്കളെ ഇങ്ങനെ പുലമ്പുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, അവർക്കറിയില്ല ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ കുറിച്ച് അവർക്കറിയില്ല, ആശയങ്ങളെ കുറിച്ച് അവർക്കറിയില്ല. നിയന്ത്രണം ഇഷ്ടമല്ല, അങ്ങോട്ട് പോകരുത്, അത് ഹറാമാണെന്ന് പറയുന്ന നിയന്ത്രണം ഇഷ്ടമല്ല.